കേരളത്തിലെ ഭരണ പരിഷ്കാര വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞ 10 വർഷം അവർ ഭരിച്ചല്ലോ. ഈ 10 വർഷങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾക്കാണ് പിൻവാതിലൂടെ നിയമനം കൊടുത്തേക്കുന്നത്. ഇവിടെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ, അഭ്യസ്ത വിദ്യരായ കുട്ടികൾ ജോലിയില്ലാതെ, പഠിച്ചിട്ട് ജോലിയില്ലാതെ നടക്കുകയാണ്. മാത്രമല്ല, അവർ പഠിച്ചതിന് ശേഷം അവർ കിടക്കാടമൊക്കെ വിറ്റാണ് പലരും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഉപരിപഠനം മറ്റ് ജോലിക്ക് വേണ്ടി അവിടെ പ്ലേസ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയുള്ള ജോലിക്ക് ശ്രമിക്കാൻ വേണ്ടി പോകുന്നതാണ്. അങ്ങനെ പോന്നു. അതായത് ഇവിടുത്തെ യുവത്വം എല്ലാം വെളിയിലേക്ക് ഒഴുകുകയാണ്. ഇവിടെ വായി നോക്കി നടന്ന് വഴക്കം ഉണ്ടാക്കി, കണ്ടവനെ ചീത്തയും വിളിച്ച്, റോഡിൽ പോകുന്നവനെ എടുത്തിട്ട് അടിക്കുന്നവന്മാർക്ക് എല്ലാം ഇതുപോലെ തൊഴിൽ കൊടുത്തേക്കാണ്. ഇത് നമ്മൾ നോക്കേണ്ട കൃഷി വകുപ്പ്, മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകളുടെ ഫാമുകളിലൊക്കെ ഉണ്ടല്ലോ, ആയിരക്കണക്കിന് ആളുകളെയാണ് ഇതേപോലെ കരാർ വ്യവസ്ഥയിൽ അതുപോലെ താൽക്കാലിക അടിസ്ഥാനത്തിലും ജോലിക്ക് അയച്ചേക്കുന്നത്. ഇതുപോലെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഒരുപാട് ഇത് നമുക്ക് അനേക ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇതേപോലെ പിൻവാതിൽ നിയമനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്താണെന്നറിയോ, 2016 ഈ പിൻവാതിലുകാരുടെ, അതായത് താൽക്കാലികക്കാരുടെ വേതനം അങ്ങ് പുതുക്കി നിശ്ചയിച്ചു. എന്നിട്ട് ഓരോ വർഷവും അതിൽ 5% കൂട്ടി കൊടുക്കാനും കൂടെ പിണറായി സർക്കാർ തീരുമാനിച്ചു. അപ്പോൾ ആ തീരുമാനമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ച്, കാരണം എന്താണെന്നറിയോ, എല്ലാം സഹാക്കളാണ്. അപ്പോൾ ഇത് യവന്മാരെ വീട്ടിൽ പറഞ്ഞു വിടുമല്ലോ, അതൊരു പ്രശ്നമാണ്. അത് ഇങ്ങനെ കാശും കൊടുത്ത് അവരെ അങ്ങ് നിയമിച്ചേക്കുക. ബാക്കി ഇവിടെ നടക്കുന്നവരെല്ലാം ഈ കഷ്ടപ്പെട്ട് PSCക്ക്, ഇനി PSCയിൽ ഇത് ധാരാളമുണ്ട്. ഇപ്പം എല്ലാ വകുപ്പ് മേധാവികളോടും ഇതുപോലെ തന്നെ ഭരണപരിഷ്കാര വകുപ്പ് ജൂലൈ 2 ആവശ്യപ്പെട്ടേക്കുന്നത് ഇതിൻ്റെ എല്ലാം ലിസ്റ്റ് തരാൻ. അതായത് കരാർ തൊഴിലാളികൾ, കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ, പിന്നെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയുള്ള ആളുകൾ എത്ര പേരാണ് എന്നുള്ളത്, അത് ആരൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽഡ് റിപ്പോർട്ട് മുഴുവൻ കൊടുക്കാനായിട്ട് എല്ലാ വകുപ്പ് മേധാവികളോടും ആവശ്യപ്പെട്ടു. അതുപോലെ PSC, കേരള PSC ഉണ്ടല്ലോ, വെള്ളാനയുടെ സെക്രട്ടറി എടുത്തും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയുണ്ട് ഇഷ്ടമാതിരി. അവരെ ഈ ജോലി കൊടുക്കേണ്ട ആളുകളാണ്. അവരെ അവിടെ തന്നെ ഇതാ പണി നടത്തിയേക്കുന്നത്. കാരണം അത് രാഷ്ട്രീയക്കാരുടെ ആളുകളെ കുത്തിക്കയറ്റിയൊക്കെയാണ്. അപ്പോൾ ഈ ദിവസവേതന അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ് താൽക്കാലികം ആയിട്ട് ഉള്ള ആളുകളെ അങ്ങ് കയറ്റും. ഇവരെ നിയമിച്ച് ഇങ്ങനെ എടുക്കും. അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഇവരുടെ പേര് എങ്ങനെ വരുമ്പം അവരുടെ രാഷ്ട്രീയമാണെന്ന് ആരുടെ പേരാ ഉൾപ്പെട്ടേക്കുന്നെങ്കിൽ അവരെ എടുക്കും. എടുത്തു കഴിഞ്ഞിട്ട് 89 ദിവസം ആകുമ്പം ഇവർക്ക് ഒരു ദിവസം ഗ്യാപ്പ് ഇടും. കാരണം 90 days ആയി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ്, തൊഴിൽ ഉറപ്പ് വരും. അതാണ് പ്രശ്നം. അപ്പോൾ 89 days ആകുമ്പോൾ, 89 ദിവസം ആകുമ്പോൾ ഒരു ദിവസം ഗ്യാപ്പ് കൊടുക്കും. എന്നിട്ട് വീണ്ടും അങ്ങ് നിയമിക്കും. അങ്ങനെ വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. ഞാൻ ഇവിടെ പറഞ്ഞ ഈ അഭ്യസ്തവിദ്യരായ കുട്ടികൾ ഒരു ഗതിയില്ലാതെ ഇങ്ങനെ അങ്ങ് കറങ്ങി നടക്കുക. അവർക്ക് ജോലിയില്ല. സർക്കാർ ജോലി ഒരു സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുമ്പോഴാണ് ആ വേക്കൻസിയിൽ എന്നിട്ട് പറയും അവിടെ എല്ലാം ഇതേപോലെ ദിവസവേതന, താൽക്കാലിക, കരാർ, അതുപോലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിയമിച്ചേക്കുന്നത്. ഇങ്ങനെ ആയിരങ്ങളാണ് ഉള്ളത്. അത് മുഴുവൻ CPMകാരും CPIക്കാരുമാണ്. മറ്റ് പാർട്ടികൾ കുറവാണ്. അപ്പോൾ ഇത് വന്നു. അപ്പോൾ ഇവർ പ്രക്ഷോഭത്തിന് ഇറങ്ങാൻ പോകും. ആരാന്നറിയോ? CITU. എന്തോ പ്രക്ഷോഭമാണ്? താൽക്കാലിക അടിസ്ഥാനത്തിൽ തോന്നിവാസം പോലെ നിയമിച്ചേക്കുന്നവനെ വേതനത്തിൽ നിയമിക്കുന്നവനെ പിരിച്ചുവിടാൻ പാടില്ലെന്നോ? ഇത് അവസാനിപ്പിക്കണം. ഈ കരാർ ഇടപാട്, ഈ ദിവസവേതന ഇവനെ എല്ലാം ടെർമിനേറ്റ് ചെയ്യണം. കാരണം ഇത് നേരെയുള്ള ഇടപാടല്ലല്ലോ. നേരെ ജോലി കിട്ടുന്നവർ ജോലി ചെയ്യട്ടെ. യുവമാർ ടെസ്റ്റ് എഴുതിയെന്ന് എടുത്തിട്ട് വരട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, PSCയിൽ ഒരു ജോലിയില്ലാതെ ചുമ്മാ യാതൊരു കാര്യമില്ലാതെ ചാപ്പാടും കഴിച്ചുകൊണ്ടിരിക്കുന്നവന്മാർ കുറേ എണ്ണം ഉണ്ടല്ലോ. അവർക്ക് ഒരു ജോലി വേണ്ടേ?
അതിന് ഈ വേക്കൻസികളുണ്ടല്ലോ അതൊന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ടി പരീക്ഷ നടത്തി ഇവരെല്ലാം പോയി പരീക്ഷ എഴുതട്ടെ, എന്നിട്ട് വരട്ടെ. അതുവരെ പിരിച്ചു കൊണ്ട എല്ലാത്തിനെയും മുഴുവൻ എണ്ണത്തിനെയും തട്ടി വിളികളയണം. കരാറടിസ്ഥാനം ഇവനൊക്കെ തോന്നിവാസം പോലെ ജോലി കൊടുക്കുകയാണ്. ദിവസവേതനം, കരാറ്, ഞാൻ പറഞ്ഞതുപോലെ താൽക്കാലികം എന്നൊക്കെ പല പേരുകളാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് നല്ല ശമ്പളം, പിന്നെ വർഷം തോറും 5% ഇൻക്രിമെൻറ്റും, കൂടുതൽ ശമ്പളവും ഇത് കൊടുത്തു വെച്ചേക്കാണ്. അപ്പോൾ ഈ രീതിയിൽ ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ കുഞ്ഞുങ്ങളോട്, പഠിക്കുന്ന കുട്ടികളോട്, ഇവിടുത്തെ ചെറുപ്പക്കാരോട് ചെയ്യുന്ന, അതായത് നേരെ ചൊവ്വേ നടക്കുന്ന ചെറുപ്പക്കാരോട് ചെയ്യുന്ന ആ അനീതി നമ്മളൊന്ന് കാണണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കിത് ഇഷ്ടപ്പെട്ടെന്ന്. ഈ ലിസ്റ്റ് ചോദിച്ചുകൊണ്ട് മാത്രമായില്ല, ലിസ്റ്റ് വാങ്ങിയെടുത്തിട്ട് ഇമ്മീഡിയറ്റ്ലി നടപടി അവനെ എല്ലാം പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞേക്കണം. അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് പേര് കൊടുക്കാൻ പറയണം. അത് ആ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് കൊടുക്കുമ്പോൾ 89 ഡേയ്സിനകത്ത് തന്നെ PSC എടുക്കിയ ഡയറക്ഷൻ കൊടുക്കണം. നിങ്ങൾ പെട്ടെന്ന് ഇതിന് വിളിച്ച് ടെസ്റ്റ് നടത്തി ആളുകളുടെ ലിസ്റ്റ് തരാൻ പറയണം. യുവമാർ ടെസ്റ്റ് നടത്തിയാലും എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അതിൻ്റെ ശരിയായ സ്ക്രൂട്ടിനി വേണം. അല്ലാതെ ചോദ്യ പേപ്പർ ചോർച്ച, അല്ലെ ഉത്തരം നോക്കാതിരിക്കുക, പിന്നെ റാങ്ക് ലിസ്റ്റിനകത്തുള്ള തിരിമറി, ആ തോന്നിവാസങ്ങളൊന്നും കാണിക്കാതെ മര്യാദയ്ക്ക് തരാൻ പറയണം അവരുടെ അടുത്ത്. അതാ വേണ്ടത് ലിസ്റ്റ്. പിന്നെ ഈ PSCന്ന് ഞാൻ പറഞ്ഞില്ലേ 5 ഒഴിവുകളുണ്ടെന്ന്, ഒരിക്കലും അത് ഫില്ല് ചെയ്യരുത്. കാരണം ഇവന്മാരെ വേണ്ട, ഈ ആവശ്യമില്ല. ഇത് നമ്മളതിൻ്റെ ഇരട്ടി കൂടുതൽ വലിപ്പമല്ലേ തമിഴ്നാടിന്. 9 പേരാണ് അവിടെ. എന്തിന്? ഇന്ത്യ മുഴുവൻ റിക്രൂട്ട്മെന്റ് നടത്തുന്ന UPSCക്ക് ചെയർമാൻ ഉൾപ്പെടെ 9 പേരാണ്. അവർ സിവിൽ സർവീസ് മുതൽ ഉള്ള എല്ലാം, എഞ്ചിനീയറിങ്, IEE എല്ലാ എക്സാമിനേഷൻ നടത്തുന്നതാണ് മുഴുവൻ. അവർ മുഴുവൻ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സെലക്ഷനും നടത്താനുള്ള ടെസ്റ്റ് നടത്തുന്ന UPSCക്ക് 9 പേരേ ഉള്ളൂ. അതേപോലെ ഇവിടെ 9 നിജപ്പെടുത്തണം. ഇനി ഈ പിരിയുന്നവന്മാർ പോർട്ടൽ വെക്കണം. ഇത് രാഷ്ട്രീയക്കാർക്ക്, കാണുന്ന രാഷ്ട്രീയക്കാർക്കെല്ലാം ആയിട്ട് വീതം വെക്കരുത്. അതാദ്യം ഒരു തീരുമാനം വേണം. രാഷ്ട്രീയക്കാർക്ക് ചേക്കേറാനുള്ള ഒരു വാസസ്ഥലമായിട്ട് PSCയെ മാറ്റരുത്. കാരണം ഇവർക്കൊക്കെ കൊടുക്കുന്ന ഭാരിച്ച ശമ്പളം ഇവിടുത്തെ ജനങ്ങളുടെ പണമാണ്. അത് സർക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാരണവശാലും ഇനി അതിനകത്ത് 9 വേക്കൻസി 10 വേക്കൻസിക്ക് താഴെ അവിടെ നിർത്തണം. 10-ൽ താഴെ അവിടെ നിർത്തണം. അത് കഴിഞ്ഞുള്ളവരെ നിയമിക്കേണ്ട വേണ്ട. ഉള്ളവർ ജോലി ചെയ്താൽ മതി. എന്നിട്ട് ആ ഉള്ളവർ വൃത്തിയായിട്ട് ജോലി ചെയ്യാനും കൂടെ പറയണം. അതാ വേണ്ടത്. അത് നടക്കണം. നമ്മൾ വിചാരിച്ചാൽ അത് നടക്കും. അത് വേണം. അങ്ങനെ ഇച്ഛാശക്തി വേണം. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, ലിസ്റ്റ് ചോദിച്ചു വാങ്ങിച്ചുകൊണ്ടായില്ല. ഇത് കൈ കിട്ടിയതിന് ശേഷം അതിനകത്ത് ഉള്ള യുവമാരെ എല്ലാം, ഇവരുടെ എല്ലാം സേവനം അവസാനിപ്പിക്കണം. എന്നിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന അത്ര അത്യാവശ്യമാണെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് എടുത്തോളാൻ പറയുക. വേറെ ഒരു താൽക്കാലികവും വേണ്ട. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ലിസ്റ്റ് തരാൻ പറയുക. ആ ലിസ്റ്റിൽ നിന്ന് എടുക്കുക. അതാ വേണ്ടത്. അത് ചെയ്യാം. അതും തന്നെ വലിയ സ്വജനപക്ഷപാതമൊക്കെ അവിടെ നടക്കാറുണ്ട്. ഞാൻ കണ്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ് അനുഭവം ഉള്ളതുകൊണ്ട് പറയുകയാണ്. എന്നാലും ഇവരെ എല്ലാം പിരിച്ചു വിട്ടിട്ട് ഈ പുതിയ ലിസ്റ്റ് വിളിച്ച് ഈ കുട്ടികൾക്ക് ജോലി കൊടുക്കണം.